നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും ഞാൻ വിളിക്കുന്നത്. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒരു 15 സെക്കൻഡ് സാർ പറഞ്ഞ പോലെ സംസാരിക്കുന്നു. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ശ്രേയ കമോൺ ശ്രേയ. നമസ്കാരം. ബെന്നി സാറിന്റെ ഇപ്പം നമ്മൾ സ്പീച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആദ്യമൊക്കെ എന്റെ പ്രസംഗത്തിൽ ഒരുപാട് ഫോൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഒരുപാട് മോട്ടിവേഷനും എല്ലാ കാര്യങ്ങളും മാറ്റി ഒരു സ്പീച്ച് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഈ ഒരു സംഘടന കൊണ്ട് സാധിച്ചു. താങ്ക് യു ഓർമ്മ ടീം. താങ്ക് യു ശ്രേയ. അടുത്ത ഐവിൻ. എനിക്ക് ആദ്യമൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബെന്നി സാർ അത് പേഴ്സണലായിട്ടും ഈ മീറ്റിങ്ങിലൊക്കെ അത് പറഞ്ഞു. എനിക്ക് തിരുത്താനും നല്ലപോലെ പ്രസംഗം പ്രസന്റ് ചെയ്യാനും ഇതുവഴി എനിക്ക് സാധിച്ചു. നന്ദി. ഗുഡ്. ഓക്കെ. എൻ്റെ കാര്യം മാത്രമല്ല, പൊതുവെ ഈ ഓർമ്മ എന്ത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ആസ്പെക്റ്റിൽ സംസാരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത മരിയ. ഓർമ്മ ഇന്റർനാഷണലിന്റെ സ്പീച്ച് കോമ്പറ്റീഷനിൽ വന്ന് ചേരുമ്പോൾ ഒരിക്കലും ഒരു ട്രെയിനിങ് സെഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമയാണ് ഈ ഒരു മത്സരം എനിക്ക് നൽകിയത്. ഫേഷ്യൽ എക്സ്പ്രഷൻസും ഹാൻഡ് ജസ്റ്റേഴ്സും ഒക്കെ സ്പീച്ചിനെ ഏത് തരത്തില് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എ ബിഗ് താങ്ക്സ് ടു ദ ഹോൾ ഓർമ്മ ടീം. താങ്ക് യു സോ മച്ച് മരിയ. ഷിജു. അടുത്ത ശ്രുതി കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കുറെ നമ്മുടെ പ്രാക്ടീസിങ് സെഷൻസിലും ഇങ്ങനത്തെ സെഷൻസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓർമ്മ എനിക്ക് തികച്ചും ഒരു പുതിയ അനുഭവമാണ്. സാധാരണ ട്രെയിനിങ് സെഷൻസ് പോലെ അല്ലാതെ ലൈഫ് ലെസൺസിനെ കുറെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ എ ഹോൾ ബിഗ് ബഞ്ച് ഓഫ് ലവ് ആൻഡ് താങ്ക്സ് ടു ദി ഹോൾ ഓർമ്മ ടീം. താങ്ക് യു. Thank you, Shruti. Next one is Elta. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗ പരിശീലനം കിട്ടുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും. അപ്പം എനിക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തിന്റെ നട്ടിലെ യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന പേഴ്സണാലിറ്റീസിനെയാണ് ഓർമ്മയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾ ഓരോരുത്തരും വലിയൊരു മാതൃകയാണ് എനിക്ക് നൽകിയത്. ഇനിയും മുന്നോട്ട് എൻ്റെ കഴിവുകളും ഒക്കെ വെച്ച് ഇതുപോലെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദനമാണ് ഓർമ്മ ടീം നൽകിയത്. കൂടാതെ എൻ്റെ പ്രസംഗത്തില് ഒരുപാട് തിരുത്തലുകൾ വരുത്താനും നല്ല രീതിയിൽ പറയാനും ഓർമ്മ ടീം സഹായിച്ചു. താങ്ക് യു ഫോർ എവറി. Thank you, Elta. Thank you very much. And the next one is Elsa Nia John. നമസ്കാരം. ഓർമ്മ എനിക്ക് എന്നും നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. എന്റെ പ്രസംഗത്തിലാണെങ്കിൽ തന്നെ ഞാൻ വന്നതിൽ നിന്ന് ഇവിടെ ഞാൻ ഒരുപാട് മികച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബെന്നി സാറിന്റെ ഓരോ തിരുത്തലുകളും എന്നെ കൂടുതൽ മികവുറ്റതാക്കി. പിന്നെ നല്ലൊരു അവസരമാണ് ഇത്. നല്ലൊരു മാതൃകയാണ്. ഒരു മത്സരം എന്നതിലുപരി ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരുപാട് നല്ല അറിവുകളാണെങ്കിലും നന്മകളാണെങ്കിലും പകർന്നു നൽകിയിട്ടുണ്ട് ഓർമ്മ. ഓർമ്മയുടെ എല്ലാ ഓർഗനൈസേഴ്സിനും ഓർമ്മ ടീമിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Thank you, Elsa. Next one is Linu. ഗുഡ് ഈവനിങ് ഓൾ. ഓർമ്മയെ വ്യത്യസ്തമാക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് മാത്രമല്ല, ഒരുപാട് ലൈഫ് ലെസൺസും ഈ ഒരു ട്രെയിനിങ് സെഷനിലൂടെയൊക്കെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് ഈ മത്സരം കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരവേദികളിൽ മാത്രമല്ല ജീവിതം മുഴുവൻ നമുക്ക് ഓർത്തിരിക്കാനും പരിശീലിക്കാനും സാധിക്കുന്ന ലൈഫ് ലെസൺസ് ആണ് ഓർമ്മയുടെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കിട്ടിയത്. അതുപോലെ തന്നെ പേഴ്സണൽ റിവ്യൂസ് ഒക്കെ മറ്റ് സ്പീച്ചുകളിൽ നിന്ന് എങ്ങനെ നമ്മുടെ സ്പീച്ചിനെ ഡിഫറെന്റ് ആക്കാൻ, യുണീക്ക് ആക്കി നിർത്താൻ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് തന്നു. സോ താങ്ക് യു ബെന്നി സർ, സോയി സർ, ജോ സർ ആൻഡ് ഹോൾ ഓർമ്മ ടീം. താങ്ക് യു. Thank you, Linu. Thank you so much. And the next one is Belina. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഞാനൊരു പ്രസംഗ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതുവരെയുള്ള എൻ്റെ മെന്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പപ്പയും അമ്മയായിരുന്നു, പിന്നെ എനിക്കൊരു ടീച്ചറും ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു ട്രെയിനിങ് ലഭിക്കുന്നത്. എനിക്കിതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി. എന്റെ തെറ്റുകൾ തിരുത്താനും അത് എനിക്കൊരു പ്രചോദനമായിരുന്നു, ഒരു റോൾ മോഡൽ ആയിരുന്നു. സോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലീഡർഷിപ്പിനെ കുറിച്ചും ഗ്രേറ്റ്ഫുൾനെസ്സിനെ കുറിച്ചും ഒക്കെ എനിക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് പകർന്നു തരാൻ ഓർമ്മയ്ക്ക് സാധിച്ചു. ഓർമ്മ എന്നും ഒരു നല്ല ഓർമ്മകൾ തന്നെയാണ് എനിക്ക് ട്രെയിനിങ്ങുകളിലൂടെ തന്നത്. ഈ ഓർമ്മ കോമ്പറ്റീഷനും മുൻപോട്ടുള്ള എൻ്റെ എല്ലാത്തരം കോമ്പറ്റീഷൻസിനും ഓർമ്മയുടെ ഈ പാഠങ്ങൾ എനിക്ക്
എന്നും ഉണ്ടാകുന്നതായിരിക്കും, എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ ട്രെയിനിങ് നൽകിയ ബെന്നി സാറിനും സോയി സാറിനും ജോസ് സാറിനും ഒപ്പം ഹോൾ ഓർമ്മ ടീമിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു Thanks, സോ മച്ച്. Belina. Thank you very much. Next is Soju. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഓർമ്മയുടെ ഫിനാലയിൽ ഒരു കാണിയായിട്ട് വന്നിരുന്നെങ്കിലും അതിൽ പ്രസംഗ പരിശീലന കളരി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഒരു ഭാഗവാക്കാകുവാനും സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. പ്രസംഗ പരിശീലന കളരി എന്നതിൽ ഉപരിയായിട്ട് സ്വയം ഒന്നുകൂടി മിനുസപ്പെടുത്തുന്നതിന്, സ്വയം ഒരുപാട് കാര്യങ്ങൾ ആർജിച്ചെടുക്കുന്നതിന് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ വ്യക്തിപരമായി ഞാൻ ബെന്നി സാറിനോടും ജോസ് സാറിനോടും സോയി സാറിനോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ളത് ഒരു പുസ്തകത്തിന്റെ കവറാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. Thank you, Soju. Next is Jasna. നമസ്കാരം. ഞങ്ങളുടെ കുറവുകളെയും നിറവുകളെയും എല്ലാം ചൂണ്ടിക്കാണിക്കുവാൻ ഓർമ്മ ടീം മുഴുവൻ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ പ്രസംഗ പരിശീലനത്തിനപ്പുറം ഞങ്ങളുടെ വ്യക്തിത്വ വികാസനത്തിന് ശ്രദ്ധ ചെലുത്തിയ ഓർമ്മ ടീം അംഗങ്ങൾക്കെല്ലാം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തന്ന സ്നേഹത്തിനും കരുതലിനും എല്ലാം ഒത്തിരി നന്ദി. Okay, മോളെ താങ്ക് യു സോ മച്ച് ജസ്ന. ആഷർ സംസാരിക്കാം. ആഷർ സംസാരിക്കും പ്ലീസ്. ഫേസ് എക്സ്പ്രഷൻ നല്ലപോലെ ഗസ്റ്റേഴ്സ് ഒക്കെ നല്ലപോലെ ഉപയോഗിക്കാനും പിന്നെ പ്രസംഗത്തിലെ നീട്ടൽ കുറയ്ക്കാനും എന്നെ സഹായിച്ചു. ഓക്കെ, വെരി ഗുഡ്. ആർച്ച. പോരായ്മകൾ ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഇതിലൂടെ എനിക്ക് കഴിഞ്ഞു. Okay, good. Thank you so much, Asher. Thank you. Archa, come on. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും വലിയൊരു ഫാൾട്ട് ആയിരുന്നു നീട്ടൽ ഒരുപാട് ഉണ്ടായിരുന്നത്. അത് ഒത്തിരി മാറ്റാൻ സാധിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ താങ്ക് യു ഫോർ ഓൾ ഓർമ്മ ടീം. സുരേഷ്, അതില് മോള് പേര് ഞാൻ മറന്നുപോയി. Okay, you can speak. Sri. Okay, please, you can speak. Greetings everybody. So as I remember this word Orma, it gives me a lot of memories. You know, this is the second time I'm participating in Orma, and when I look into my first video that I uploaded in Orma and I compare it with the latest video, I see a lot of difference, and I think I would attribute that success to the whole Orma team. Orma didn't not only improve the oratory skills in me, but it also helped me build up as a better personality. So I don't know if words are sufficient to express my wholehearted gratitude towards Orma. So Benny Kurian sir, Jose Thomas sir, Soy sir, and everyone, I owe a lot to you. Thank you so much. Thank you so much. Okay, next is all right. Next one, Sean. Sorry. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ ഒരു നല്ല പ്രസംഗം പറയാനും എൻ്റെ കുറെ തെറ്റുകളും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓർമ്മ ടീമിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. Okay, Sean. Next is Joya. ഗുഡ് ഈവനിങ് ഓൾ. ടീം ഓർമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും ഇന്ന് ബെന്നി സാർ എടുത്ത ക്ലാസ് പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇന്ന് പോയ കുറെ അമേരിക്കൻ മലയാളികൾ തുടങ്ങിയ ഒരു സംഘടന നാളത്തെ തലമുറയെ എങ്ങനെ ഇവരിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഇവർക്കും എങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസംഗ മത്സരത്തിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വലിയ വാക്കാണ് അവർ നമ്മൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ട്രെയിനിങ് സെഷൻ ഉള്ള ഒരു പ്രസംഗ മത്സരം ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ടീം ഓർമ്മയുടെ കൂടെ ഒരു കാണിയായി എന്റെ അനിയത്തെ സഹായിക്കുന്നതിനോടൊപ്പം ഇന്നിവിടെ ഒരു മത്സരാർത്ഥിയായിരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ഫീഡ്ബാക്കുകൾ തന്ന് എന്റെ പ്രസംഗം ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ബെന്നി സാറിനും സോയി സാറിനും ജോസ് തോമസ് സാറിനും ഹോൾ ടീം ഓർമ്മയ്ക്കും എന്റെ നന്ദി അറിയിക്കുന്നു. Thank you, Joya. Next is Rishik. So hello everyone, my name is Rishik, and as a participant of season 1 of Orma's speech competition, I would like to say that Orma is not just a competition for me, it was an experience for me. Even though I did not reach into the finale in the first session, I would like to say that I improved a lot. I improved from being one of the I would say being one of the worst speakers to at least I took a step in my journey of public speaking. I would like to thank all my teachers, Benny sir, Jose sir, Soy sir, and everyone else who's there in the OMA team for their continuous support.
which I hope will be there with me coming forward too. Okay, thanks, Rishik. And Sneha, yes. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഓർമ്മയില് ഇതെന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പൊ ഓർമ്മയെ കുറിച്ച് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നൊരു വാക്ക് ഞാൻ ഡിക്ഷണറിയിലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഓർമ്മയിലൂടെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സക്സസിന്റെയും ഫെയിലിയറിന്റെയും സ്വീറ്റ്നെസ് ഒരുപോലെ എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റിയത് ഓർമ്മയിലൂടെയാണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് സാറുമാരെ പരിചയപ്പെടാൻ എനിക്ക് ഓർമ്മയിലൂടെ പറ്റി. താങ്ക് യു ഫോർ ദാറ്റ്. Thank you so much for everything. Okay, Leah Maria Sunny. Leah. Yeah. Video ഹലോ സർ, ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ എന്റെ 8 വർഷക്കാലത്തെയും സമ്മർ വെക്കേഷൻ എങ്ങനെയൊക്കെ അലസമാക്കാം എന്നതിന്റെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ 9ാം ക്ലാസ്സിന്റെ ഈ ഒരു വേനലവധി എന്ന് പറയുന്നത് അലസമായി പോകേണ്ടിയിരുന്ന ഈ ഒരു വേനലവധിക്കാലം എങ്ങനെ വളരെ മോട്ടിവേഷനായിട്ട്, എങ്ങനെ വളരെ മനോഹരമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന ഓർമ്മ ഇന്റർനാഷണൽ എന്ന ഈ പ്ലാറ്റ്ഫോം എന്നെ വളരെ പഠിപ്പിച്ചു. ഒരു വിഷയം കിട്ടുന്നു, അതിനുവേണ്ടി എങ്ങനെ ഒരാൾ എഴുതി തരുന്നു, പ്രസംഗിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് എന്നെ പഠിപ്പിച്ച എല്ലാ ഓൾ മെന്റേഴ്സിനും വളരെ താങ്ക് യു ഓൾ. All right, Anaka Jayaprakash. Anaka. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസംഗ മത്സരത്തിന്റെ, അതായത് ട്രെയിനിങ് കിട്ടുന്ന ഒരു സ്പീച്ച് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മ തികച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നീട്ടലും ജെസ്റ്റേഴ്സും ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സ്പീച്ചിൽ എന്ന് മനസ്സിലാക്കാനും എന്റെ സ്പീച്ചസ് എത്രയോ ഇംപ്രൂവ് ചെയ്യാനും എന്നെ ഒരുപാട് ഓർമ്മ ഹെൽപ്പ് ചെയ്തു. സോ യുവജനതയെ ഇത്രയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദിയും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ്. സോ താങ്ക് യു ഓൾ മൈ ടീം. Thank you very much. Nia Sunil. Nia. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രസംഗ മത്സരം കണ്ടക്ട് ചെയ്തതിനും നല്ല നല്ല സെഷൻസ് ഞങ്ങൾക്ക് തന്നതിനും ഒരുപാട് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചതിനും ടീം ഓർമ്മയ്ക്കും ജോസാനും ബെന്നിസാനും സോയിസാനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇങ്ങനത്തെ സൂം സെഷൻസിൽ കൂടിയും പേഴ്സണൽ ഫീഡ്ബാക്കിൽ കൂടിയും ഞങ്ങളുടെ പ്രസംഗത്തിൽ വരുത്തേണ്ട ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിന് നമ്മുടെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അതിനിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറച്ചു. സോ എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. ഒന്ന് വീഡിയോ വരണേ പ്രസംഗിക്കുന്നവരെ. ദേവാനന്ദ് സാർ, എന്റെ വീഡിയോ ഹോസ്റ്റ് ഡിസേബിൾ ചെയ്തു എന്നാ കാട്ടുന്നത്. എനിക്ക് ഓൺ ഓക്കെ. ദേവാനന്ദ് സാറേ, വീഡിയോ എനിക്ക് നെറ്റ്വർക്കിൽ ചെറിയ പ്രോബ്ലം ഉള്ളതാണ് സാറേ. വീഡിയോ സാറേ, ആദ്യം തന്നെ ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ഓർമ്മ. വളരെയധികം നന്ദി എന്റെ ഓർമ്മയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിന്. എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയത് ഷേക്സ്പിയറിന്റെ ഒരു വാക്കുകളാണ് സാർ. പുകഴ്ത്തുവാൻ വാക്കുകളുണ്ട്, അത്ഭുതപ്പെടുവാൻ കണ്ണുകളുണ്ട് ഒരു വാക്കാണ് മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത്രയും കുട്ടികളെ സഞ്ചോദിപ്പിച്ച് വലിയൊരു മത്സരം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കുട്ടികളെ ട്രെയിനിങ് നൽകുകയും വിവിധമായ കാര്യങ്ങൾ പേഴ്സണലി തന്നെ മെസ്സേജ് ചെയ്ത് കുട്ടികളെ ഒരു ഭൗതികമായ വളർച്ചയിലേക്ക് എത്തിക്കുന്ന എല്ലാ ലീഡേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് സാർ. താങ്ക് യു വെരി മച്ച്. ലയ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ആദ്യം ഓർമ്മയ്ക്ക് സബ്മിറ്റ് ചെയ്ത പ്രസംഗം എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ നിന്നും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രസംഗം ഇമ്പ്രൂവ് ചെയ്യുന്നതിലും ഉപരി ഒരുപാട് ജീവിത പാഠങ്ങൾ ഓർമ്മയുടെ ട്രെയിനിങ് സെഷൻസിലൂടെ നമുക്ക് കിട്ടും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത്. പിന്നെ ഓർമ്മയുടെ മുഴുവൻ ടീം നമുക്ക് വളരെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം നാളത്തെ തലമുറയെ എങ്ങനെ നല്ലതാക്കാം, അവരെ എങ്ങനെ നല്ല നേതാക്കളാക്കാം എന്ന് ഓർമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ട്രെയിനിങ് സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതിന് ഓർമ്മയുടെ ഹോൾ ടീമിനും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. സിയാൻ. ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെ എല്ലാരും പറഞ്ഞ പോലെ എനിക്കും എന്റെ സ്പീച്ചിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഓർമ്മയുടെ ഈ ട്രെയിനിങ് സെഷനിലൂടെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഓരോ അസൈൻമെന്റ് സ്പീച്ച് വീഡിയോയ്ക്കും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിന്റെ പോസിറ്റീവ് എന്തൊക്കെ, നെഗറ്റീവ്സ് എന്തൊക്കെ എന്നൊക്കെ മെന്റേഴ്സ് അപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നു. അപ്പൊ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന ഉള്ളൊരു ഇതിനപ്പുറത്ത് ജീവിതത്തിൽ എപ്പോഴും
കൂടെ പിടിക്കേണ്ട ഒരുപാട് വാല്യൂസും തിരിച്ചറിവുകളും ഈ ട്രെയിനിങ് സെഷനിലൂടെ കിട്ടി. ഓർമ്മ ടീമിനും മെന്റേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. ഗംഗ. നമസ്കാരം. എന്റെ വോയിസ് മോഡുലേഷൻ നന്നാക്കാനും നീട്ടലുകൾ കുറയ്ക്കാനും ഓർമ്മ എന്നെ സഹായിച്ചു. അതുകൂടാതെ ഒത്തിരി അധികം ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് പകർന്നു തന്നു. In short, thank you so much for everything. Thank you. Anne-Maria, it's your turn. നമസ്കാരം. ഓർമ്മയിൽ സെക്കൻഡ് ടൈമാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സീസണിലും ഞാൻ പങ്കെടുത്തിരുന്നു, പക്ഷെ ഫൈനൽ വരെ എത്താൻ സാധിച്ചില്ല. അതിലൊട്ടും പരിഭവവും ഇല്ല. കാരണം എന്റെ ആദ്യത്തെ പ്രസംഗവും ഇപ്പോഴത്തെ പ്രസംഗം എടുത്തു എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരുപാട് ഓർമ്മ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു ജോസ് സാർ, ബെന്നി സാർ ആൻഡ് സോയി സാർ ആൻഡ് ഓൾ ഓർമ്മ ടീം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി സംസാരിക്കാൻ അസിൻ മരിയ ജോജോ. പെട്ടെന്ന് സംസാരിക്കാൻ നമുക്ക് അവസാനിപ്പിക്കണം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒത്തിരി സ്റ്റെപ്പായിട്ട് നടക്കുന്ന ഒരു പ്രസംഗം മത്സരത്തിൽ ചേരുന്നത്. മീൻസ് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. ഈ ഓർമ്മയില് ഒരുപാട് കുറവുകളെ നിറവുകളാക്കിയെടുക്കാൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് ഓർമ്മ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ നമുക്ക് ഒരു പ്രസംഗ വിഷയത്തെ എങ്ങനെ സമീപിക്കണം, അതിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കൺക്ലൂഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം അത് പേഴ്സണൽ ഫീഡ്ബാക്ക് ആയിട്ടും അല്ലാതെയും എല്ലാം പറഞ്ഞു തന്ന ഓർമ്മ ടീമിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു അസിൻ. നെക്സ്റ്റ് ഈസ് എൽറ്റ. സർ, ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞതാണ്. സോറി. ഓക്കെ, പറഞ്ഞാണെങ്കിൽ വേണ്ട. ഓക്കെ, ഇനി സംസാരിക്കാത്ത ആരാ ഉള്ള? അവർക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എനിക്കത് നിങ്ങളുടെ ആരെങ്കിലും ഒന്നോ രണ്ടോ. ആഗി മരിയ സംസാരിച്ചില്ല. ആഗി പെട്ടെന്ന് ആയിക്കോട്ടെ. സംസാരിച്ചാണോ? പറയൂ പ്ലീസ്. പറയൂ. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വാല്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഇങ്ങനെ ഒരു നല്ല ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ ഉള്ള ഇങ്ങനെ ഒരു സ്പീച്ച് കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള സ്പീച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുമ്പോഴായാലും പക്ഷെ അത് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ കഴിഞ്ഞു പിന്നെ അത് അവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനൊന്നും നമുക്ക് സാധിക്കില്ലായിരുന്നു. പക്ഷെ ഈ സ്പീച്ച് കോമ്പറ്റീഷനിൽ പങ്കെടുത്തതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതിനേക്കാൾ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓരോ ട്രെയിനിങ് സെക്ഷൻസ് കഴിയുമ്പോഴും അതിൽ നിന്നുള്ള വാല്യൂസ് എടുത്ത് എനിക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനി ഞാൻ കൂടുതലായിട്ട് ബെസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കും. താങ്ക് യു ആഗി. ഇനി സംസാരിക്കാത്ത ആൻമരിയ സംസാരിച്ചാണ്. ആൻമരിയ. ഞാൻ സംസാരിച്ച. ഓക്കെ, ശ്രീനന്ദ. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം, പ്ലീസ്. ഏവർക്കും നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഓർമ്മയുടെ വേദിയിലേക്ക് കടന്നു വരുന്നത്. സാധാരണ കണ്ടുവരുന്ന പ്രസംഗ പരിശീലന വേദികളിലൊക്കെ കാണുന്ന ഒരു സ്വാഭാവികമായ ഒരു മുഖംമൂടി മാറ്റി നിർത്തിക്കൊണ്ട് വ്യത്യസ്തതകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറി പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമാണ് എനിക്ക് എന്നും ഓർമ്മ എന്ന് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പ്രസംഗ പരിശീലന വേദിയിലെ ഏവർക്കും എന്റെ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാം. നമുക്ക് അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ജോസ് സാർ ഉണ്ടോ? ജോസ് സാർ ഇല്ല. മരിയ ജോണി. ഓക്കെ, കമോൺ പ്ലീസ്. സർ, ഓർമ്മയിലൂടെ എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്താനും കൂടുതൽ മെച്ചപ്പെടാനും സാധിച്ചു. അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഇന്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. ഓർമ്മയ്ക്കും ഇതിലുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും എൻ്റെ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോയി സാറേ, എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? സാറേ ഇല്ലില്ല. ജോസ് സാർ കമന്റ് ഒന്ന് എഴുതുന്നവരെ ഓർപ്പിക്കാം. അവരുടെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് എഴുതിയിട്ട് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വണ്ടർഫുൾ ഫീഡ്ബാക്ക്. നിങ്ങളൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ പ്രത്യേകം നന്ദി. നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്കൊക്കെ പോട്ടെ. ഇതിന്റെ ഫൈനലിലൊക്കെ എത്താനായിട്ട് പറ്റട്ടെ. ബാക്കിയുള്ളവർക്ക് ഇത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ പറ്റട്ടെ. അടുത്ത പ്രാവശ്യവും ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റണം. താങ്ക് യു സോ മച്ച് ആൻഡ് ലെറ്റ്സ് വൈൻഡ് അപ്പ്. Thank you very much. All the very best. May God bless you all and good night. Okay, thank you all. Good night. Thank you, sir. Thank you. Good night. Thank you.